Chapter 2 Life Giving Water. Hi students, how are you all? Hope you all are fine. നമ്മൾ ഒരുപാട് കാലമായില്ലേ നേരിട്ട് കണ്ടിട്ട്. നമ്മൾ 5ാം ക്ലാസ്സിന് ആദ്യമായിട്ടല്ലേ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. ടീച്ചറിനെ നിങ്ങൾ ആദ്യമായിട്ടാവൂലേ കാണുന്നത്. എനിവേ we are discussing our second chapter, that is life giving water. അല്ലേ, നമ്മൾ ചാപ്റ്റർ 2 അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഗിവിംഗ് വാട്ടർ അല്ലേ. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ. വി ഹാവ് ഡിസ്കസ്ഡ് മെനി പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അല്ലേ. വാട്ടറിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. കൂടെ നമ്മൾ വാട്ട് ഈസ് സൊല്യൂട്ട്, വാട്ട് ഈസ് സോൾവെന്റ്, വാട്ട് ഈസ് സൊല്യൂഷൻ എന്നൊക്കെ മനസ്സിലാക്കി അല്ലേ. Like that we have discussed the soluble substances water, soluble substances water, insoluble substances, and we have said that water is considered as a universal solvent. In addition to that, we have studied the measuring unit of liquids. Le vellam polella liquids ഒക്കെ മെഷർ ചെയ്യാ ഏത് യൂണിറ്റിലാണ് നമ്മൾ പഠിച്ചത്? ലിറ്ററിലാണ് അല്ലേ. ലിറ്റർ ഈസ് യൂസ്ഡ് ആസ് എ മെഷറിംഗ് യൂണിറ്റ് ഫോർ ലിക്വിഡ്സ്. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു അല്ലേ. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് മൂവ് ചെയ്യാം. സ്റ്റുഡൻസ്, ലുക്ക് അറ്റ് ദിസ് ഗ്ലോബ്. You can see that major portion is in blue color. And what does this blue color indicates? Any guess? What is this blue color? Yes, this blue color shows the water bodies. It means that that portion is all covered with water bodies. Most of the portion of the earth is ocean. Clear? When we consider the surface area of this earth, 2/3 of the surface area is water. That means it is double of that of land. Land കുറച്ചേ ഉള്ളൂ, 3/4 ഭാഗവും വെള്ളമാണ്. ബാക്കി കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് ലാൻഡ് ആയിട്ടുള്ളത്. And this image shows the percentage of pure water and sea water. അല്ലേ, ഈ ഇമേജിൽ കൃത്യമായിട്ട് കാണുന്നില്ലേ? സീ വാട്ടർ അല്ലേ കൂടുതൽ. 96.5% comprises sea water, but only 3.5% is only pure water. അപ്പോൾ ഏറ്റവും കൂടുതൽ സീ വാട്ടറും വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമാണ് പ്യുവർ വാട്ടർ ആയിട്ടുള്ളത്. We can say that major portion of water in the earth അല്ലേ, നമ്മൾ ഗ്ലോബ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ കൂടുതൽ വെള്ളമാണ് എന്നുള്ളത്. ആ വാട്ടറിലെ മേജർ പോർഷനും സീ വാട്ടർ ആണ്. സീ വാട്ടർ നമുക്ക് എല്ലാ കോമൺ പേർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് വി നോ ദാറ്റ് in sea water there is high quantity of salt അല്ലേ. സീ വാട്ടറിൽ കൂടുതലായിട്ട് സോൾട്ട് ഉണ്ട്. സോ ഇറ്റ് കാൻ ബി യൂസ് ഫോർ കോമൺ പേർപ്പസ്. നമ്മുടെ കോമൺ പേർപ്പസ്, നമ്മുടെ ഡ്രിങ്കിങ് പേർപ്പസിനൊന്നും വേണ്ടിയിട്ട് നമുക്ക് സീ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് പ്യുവർ വാട്ടർ ഫോർ ദാറ്റ് അല്ലേ. നമ്മുടെ കോമൺ പേർപ്പസിന്, നമ്മുടെ ഡ്രിങ്കിങ്ങിനും വേറെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കും വി നീഡ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? യു നോ വിച്ച് ഇസ് ദ പ്യുവർ വാട്ടർ സോഴ്സസ്? യെസ്, വെൽ അല്ലേ, കിണറുണ്ട്, പോണ്ട്, ലേക്ക് അല്ലേ, അതൊക്കെയാണ് ഡാം. അതൊക്കെ പ്യുവർ വാട്ടർ സോഴ്സ് ആണ്. അപ്പൊ അതിലുള്ള വെള്ളമാണ് വി ക്യാൻ യൂസ് ഫോർ കോമൺ പേർപ്പസ്. ഓക്കെ, അപ്പൊ നമ്മളെ എർത്തിൽ കൂടുതലും വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ പോർഷനേ ഉള്ളൂ. വെൻ വി കൺസിഡർ ദ പെർസെൻറ്റേജ്, നമ്മൾ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അബൌട്ട് 96.5 അല്ലേ. കൂടുതലും എന്താണ് സീ വാട്ടർ ആണുള്ളത്. ഓൺലി 3.5% പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടർ ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഭൂമിയിൽ നമ്മുടെ ഗ്ലോബ് പരിശോധിച്ച കൂടുതലും വെള്ളമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാവിഷ് അടിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം പ്യുവർ വാട്ടർ ആയിട്ടുള്ളത് വളരെ കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. We have said that there is only limited pure water source in earth. അല്ലേ, എർത്തില് പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓൺലി 3.5%. ബാക്കി 96.5% എന്താണ്? സീ വാട്ടർ ആണ്. സീ വാട്ടർ നമുക്ക് കുടിക്കാനും കോമൺ പേർപ്പസിനൊന്നും പറ്റൂലല്ലോ അല്ലേ. അപ്പൊ അവിടെ ഉള്ള ഒരു വലിയ പ്രശ്നം എന്താ ചോദിച്ചാൽ ആകെ കുറച്ചല്ലേ ഉള്ളൂ പ്യുവർ വാട്ടർ സോഴ്സ്. സോ വെൻ ദിസ് പ്യുവർ വാട്ടർ സോഴ്സ് ഗെറ്റ് പൊല്യൂട്ടഡ്, ഈ ഉള്ള കുറഞ്ഞ വെള്ളം പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാല് എന്താ ചെയ്യാ? ഇറ്റ്സ് എ വെരി ബിഗ് പ്രോബ്ലം അല്ലേ. ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് അവർ പ്യുവർ വാട്ടർ ബോഡീസ് ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ് അല്ലേ. നമ്മുടെ പ്യുവർ വാട്ടർ ബോഡീസ് എല്ലാം പൊല്യൂട്ടഡ് ആവാണ്. ഏതൊക്കെയാണ് ആ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? നമുക്കറിയില്ലേ, നമ്മളൊക്കെ സ്ഥിരം കാണുന്നതല്ലേ അല്ലേ. ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പോയിട്ട് ഡംപ് ചെയ്യൂലേ നമ്മുടെ പ്യുവർ വാട്ടർ ആയിട്ടുള്ള റിവറിലും അല്ലേ, നമ്മുടെ അടുത്തുള്ള പുഴയിലും കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ പൊല്യൂട്ടഡ് ആവില്ലേ? ആ വെള്ളമൊക്കെ പൊല്യൂട്ടഡ് ആവില്ലേ?
പിന്നെന്താ, വലിയ വലിയ ഇൻഡസ്ട്രീസിൽ നിന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആർ ഡംപിങ് ഇൻ ടു, അല്ലേ, അവിടെ അടുത്തുള്ള പോണ്ടോ അല്ലെങ്കിൽ ലേക്കോ അതിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യാണ്. അതുപോലെ നമ്മൾ പിന്നെ വെഹിക്കിൾസോ അല്ലെങ്കിൽ കാറ്റിൽസിനെയൊക്കെ നമ്മൾ വാഷ് ചെയ്യാനൊക്കെ നമ്മൾ വാട്ടർ ബോഡീസിലോട്ട് കൊണ്ടുപോകും. അപ്പോഴൊക്കെ വെള്ളം പൊല്യൂട്ടഡ് ആവില്ലേ? അങ്ങനെ ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മളടക്കമുള്ള ആളുകൾ ചെയ്യുന്നതാണ്. സോ യു ഷുഡ് ആസ് എ സയൻസ് സ്റ്റുഡൻറ് നമ്മൾ അത് നമ്മുടെ കണ്ണിൽ പെട്ടാൽ നമ്മൾ അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. നമ്മളും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, അല്ലേ? കാരണം നമുക്കെല്ലാം അറിയാം, വളരെ കുറഞ്ഞ പോർഷൻ, വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമാണ് പ്യുവർ വാട്ടർ ഉള്ളത്. അപ്പൊ അതും കൂടെ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ അതൊക്കെ മലിനീകരണം, അല്ലേ? അതൊക്കെ മലിനപ്പെട്ടാൽ പിന്നെ എന്താണ്, നമുക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും അവയർനെസ് കൊടുക്കണം. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, അല്ലേ, നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും നമ്മൾ എപ്പോഴും അവയർനെസ് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതൊക്കെ ആയിട്ട് കണ്ടാൽ നമ്മൾ അതിനെതിരെ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം, അല്ലേ? ബിക്കോസ് വി നോ ദാറ്റ് ദർ ഈസ് ഓൺലി ലിമിറ്റഡ് പ്യുവർ വാട്ടർ സോഴ്സസ്. സോ നമ്മൾ പറഞ്ഞു ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വാട്ടർ പൊല്യൂഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ആ സോഴ്സസ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വരുമല്ലോ, അല്ലെ? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് വാട്ടർ ബോഡീസ് പൊല്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്കറിയുന്ന ചില പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, സോ യു ഷുഡ് റൈറ്റ് ദ ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ് ടു വാട്ടർ പൊല്യൂഷൻ, അല്ലെ? വാട്ടർ പൊല്യൂട്ടഡ് ആവാൻ എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. അതിന്റെ കൂടെ തന്നെ വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ്, ആ ഒരു പ്രോബ്ലംസിനൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള റെമഡിയൽ മെഷേഴ്സ് ഓർ ഹൗ വി ക്യാൻ കൺട്രോൾ ദ വാട്ടർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് യു ഷുഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഓക്കെ, look at this images. This shows the images of water pollution. See, waste are dumped to water bodies. Waste from factories and other industries are dumped to water bodies. Oil spills are dumped. Other wastes, plastic bottles. Look. Oil spillugalum wasteum ellam dump ചെയ്തിട്ട് water bodies are get very polluted. Okay students, now we can look how rain is formed. അല്ലേ, മഴ എങ്ങനെ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പം മഴക്കാലാണ്, അല്ലേ? റെയിനി സീസൺ ആണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. വി ആർ ഇൻ ദ ത്രെറ്റ് ഓഫ് ഫ്ലഡ്, അല്ലേ? ഫ്ലഡ് ഉണ്ടാവുമോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫ്ലഡൊക്കെ ഉണ്ടാവുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയമാണ്, അല്ലേ? സോ വി ഷുഡ് നോ ഹൗ എ റെയിൻ ഈസ് ഫോം. മഴ എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വി ആർ സയൻസ് സ്റ്റുഡൻസ്, അല്ലേ? അപ്പം in order to understand how the rain is formed, we can do a simple experiment in our kitchen. നമുക്ക് നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് അത് പഠിക്കാം. അപ്പം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സോ in order to do that experiment, you should take a vessel and take some water in it and allow it to heat. Okay, അതൊന്ന് ചൂടാക്കുക. And place the plate over that vessel. അത് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കുക. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാറില്ലേ, അല്ലേ? എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം പ്ലീസ് ഒബ്സർവ് ദ ഇന്നർ സൈഡ് ഓഫ് ദാറ്റ് പ്ലേറ്റ്. ആ പ്ലേറ്റ്, മൂടി വെച്ച പ്ലേറ്റിന്റെ പിന്നെ ഇന്നർ സൈഡ് നോക്കിയാൽ വി ക്യാൻ സീ ദാറ്റ്, എന്താ കാണാൻ പറ്റുക? വി ക്യാൻ സീ ദാറ്റ് ദർ ഈസ് സം വാട്ടർ വേപ്പേഴ്സ് ഓൺ ദാറ്റ് ഇന്നർ സൈഡ് ഓഫ് ദാറ്റ് പ്ലേറ്റ്, അല്ലേ? ചൂടാക്കിയതിന്റെ ഫലമായിട്ട് വി ക്യാൻ സേ ദാറ്റ് വാട്ടർ വേപ്പേഴ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ദ പ്ലേറ്റ്, അല്ലേ? ആ പ്ലേറ്റിന്റെ ഇന്നർ സൈഡിൽ നമുക്ക് വാട്ടർ വേപ്പർ കാണാൻ പറ്റും, അല്ലേ? അതുപോലെ അതേ സെയിം പ്രോസസ്സാണ് നമ്മുടെ റെയിൻ ഉണ്ടാവുന്ന പ്രോസസ്സിലും നടക്കുന്നത്. കാരണം നമ്മൾ വാട്ടർ ബോഡീസ്, നമ്മുടെ അവിടെ വെസലിലെടുത്ത വെള്ളം അവിടെ വാട്ടർ ബോഡീസ് ആണ്. ഇത് നമ്മൾ പിന്നെ സ്റ്റവൊക്കെ വെച്ച് ചൂടാക്കിയതിന്റെ പകരം നമുക്ക് ചൂടാക്കാൻ ആരുണ്ട് മുകളിൽ? സണ്ണില്ലേ, അല്ലേ? സൺ ഗിവ്സ് അസ് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി, അല്ലേ? അപ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ ഒക്കെ ചൂടുകൊണ്ട് വാട്ടർ ബോഡീസിലുള്ള വെള്ളം ഹീറ്റിംഗ്, ആസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ചൂടുള്ളത് കൊണ്ട് ഇറ്റ് ടേൺസ് ടു വാട്ടർ വേപ്പർ ആയിട്ട് ഫോം ചെയ്യും. ആ പ്രോസസ്സിന് നമ്മൾ എന്താ പേര് പറയാ? വി ക്യാൻ സേ ദാറ്റ് പ്രോസസ് ആസ് ഇവോപ്പറേഷൻ, അല്ലേ? വെൻ വാട്ടർ turns to water vapor due to heating, that process is known as evaporation.
അല്ലേ? ഇവാപ്പറേഷൻ, നീരാവി ആവുക അല്ലേ? വെള്ളം ചൂടാക്കിയാൽ അത് നീരാവിയായിട്ട് വാട്ടർ വേപ്പറായിട്ട് ഫോം ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. When this water vapor reaches the atmosphere, that water vapor condenses as cloud. അല്ലേ? അതിന് തണുപ്പ് പറ്റിയിട്ട് അത് ക്ലൗഡ് ഫോം ചെയ്യും. ആ നീരാവിയെ കണ്ടൻസ് ചെയ്തിട്ട് ഇറ്റ് ഫോം ആസ് എ ക്ലൗഡ്. എന്നിട്ട് അത് ഈ ക്ലൗഡ് കൂൾ ചെയ്യുമ്പോൾ എന്താണ്? ദാറ്റ് വാട്ടർ വേപ്പർ ടേൺസ് ബാക്ക് ടു വാട്ടർ. ആ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് തന്നെ മാറും. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ വാട്ടർ വേപ്പർ ഇൻ ടു വാട്ടർ, അല്ലേ? അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുക. We have discussed what is evaporation, that is the turning of a liquid, that is water into water vapor is evaporation. Like that, water vapor back to water is known as condensation. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുക. അപ്പൊ കണ്ടൻസേഷൻ നടന്നിട്ട് ക്ലൗഡിൽ നിന്നും നമുക്ക് താഴോട്ട് വീണ്ടും എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് റെയിനിങ്, അല്ലേ? ആ പ്രോസസ്സിനെയാണ് നമ്മൾ മഴ, അല്ലേ? മഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ പെയ്യുക എന്നുള്ളത്? അപ്പം മഴ പെയ്യുന്നതിന്റെ പിന്നിൽ 2 സയന്റിഫിക് റീസൺസ് ഉണ്ട്. വൺ ഈസ് സയന്റിഫിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. വൺ ഈസ് ഇവാപ്പറേഷൻ, ദാറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ വാട്ടർ ഇൻ ടു വാട്ടർ വേപ്പർ ബൈ ഹീറ്റിംഗ്. അവിടെ ചൂട് തട്ടിയിട്ടാണ്, ചൂടാവുമ്പോഴാണ്, വെള്ളം ചൂടാവുമ്പോൾ നീരാവി ആയിട്ട് മാറും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ ഇസ് ദ turn back of this liquid or water into water vapor into back to water. വാട്ടർ വേപ്പർ വീണ്ടും വെള്ളമായിട്ട് മാറുക ബൈ കൂളിംഗ്. തണുപ്പ് തട്ടുമ്പോഴേ ഈ വാട്ടർ വേപ്പർ തണുപ്പ് തട്ടിയാൽ വീണ്ടും എന്തായിട്ട് മാറും? വെള്ളമായിട്ട് തന്നെ മാറും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ ആർ ദ 2 പ്രോസസ് ബിഹൈൻഡ് ദ പ്രോസസ് ഓഫ് റെയിനിങ്. റെയിനിങ്ങിന്റെ പിന്നിലുള്ള 2 പ്രോസസ്സാണ് ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. അപ്പൊ ഈ 2 പ്രോസസ്സ് നടന്നിട്ടാണ് നമുക്ക് മഴയൊക്കെ കിട്ടുന്നത്. ക്ലിയർ? സോ ഹിയർ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദ 2 പ്രോസസ്, ഇവാപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. കാണുന്നില്ലേ? ഇവാപ്പറേഷൻ, വാട്ടർ ബോഡീസിന്റെ വെള്ളം സൺലൈറ്റിൽ ഇവാപ്പറേറ്റ് ചെയ്യുക, അല്ലേ? ആവിയായിട്ട് മുകളിലോട്ട് പോകുന്നു. ആസ് വെൽ ആസ് കണ്ടൻസേഷൻ, അല്ലേ? കണ്ടൻസേഷൻ വഴി നമുക്ക് മഴ ലഭിക്കുന്നു. We have discussed many topics today, how the rain is formed and how the water gets polluted and water is abundant in earth, etc. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.